ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മുടെ പെൻസിൽ പാൻറ്റിൻ്റെ സൈഡിലെ പോക്കറ്റ് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്നാണ്. പലർക്കും ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ പാൻറ്റിൻ്റെ സൈഡ് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാണ്ട്. ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിക്കാറുണ്ട്. വളരെ സിമ്പിളായിട്ട് തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. പല കളർ തുണിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് അത് എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഒരേ കളറിലുള്ള തുണിയാകുമ്പോൾ അത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവുകയില്ല. അത് ഉണ്ടാകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതേപോലെ 2 പീസും എടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ ഒരു പീസും എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പീസാണെന്ന് കരുതുക. വലതുവശത്താണ് പോക്കറ്റ് വയ്ക്കുന്നത്. അപ്പോൾ ഞാൻ നല്ല വശം മുകളിലാക്കിയാണ് ഇട്ടിരിക്കുന്നത്. നല്ല വശത്താണ് നമ്മൾ ഈ ഒരു തുണി വെച്ചിരിക്കുന്നതെന്ന് കരുതുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ തുണിയുടെ നീളം എത്രയാണെന്ന് നോക്കാം. 11 ഇഞ്ച് നീളത്തിലും 7 ഇഞ്ച് വീതിയുള്ള 2 പീസ് തുണിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുണ്ടോ, 2 കളറുള്ള 2 തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ പാൻറ്റിൽ ചെയ്യുമ്പോൾ ഒരേ കളറുള്ള എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെക്കാം. നല്ല വശത്താണ് വെച്ചിരിക്കുന്നത്, മറന്നു പോകരുത്. ഇതേപോലെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് മുകളിൽ നിന്ന് താഴേക്ക് ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാം. നമ്മൾ 1.5 ഇഞ്ച് വീതിയുള്ള പടിയാണ് വെക്കുന്നത്. അതിനെക്കാട്ടും കുറച്ച് താഴ്ന്നു നിൽക്കാൻ വേണ്ടിയിട്ടാണ് 2 ഇഞ്ച് വീതിയിൽ ഇവിടെ ഒരു മാർക്കിങ് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ കൈയുടെ ഏറ്റവും വീതി കൂടിയ ഭാഗം വെച്ചിട്ട് നമുക്ക് അതിൻ്റെ 1/2 ഇഞ്ച് മാറ്റിയിട്ടൊരു മാർക്കിങ് കൊടുക്കുക. ഇങ്ങനെ മാർക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ കൈ കടത്തുമ്പോൾ ഈസി ആയിട്ട് കൈ കടത്താൻ, നമ്മുടെ കൈയുടെ വണ്ണത്തിനനുസരിച്ചുള്ള പോക്കറ്റ് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യുന്ന 1/4 ഇഞ്ചിൽ നമ്മളൊരു മാർക്കിങ് കൂടെ കൊടുത്തു. എന്നിട്ട് നമുക്കതിനെ ഒരു ബോക്സ് ഷേപ്പിലേക്ക് മാറ്റാം. അപ്പം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ചെയ്യുന്ന ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് ഒന്ന് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്യാണ് ചെയ്യുന്നത്. കെട്ടിയിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. നല്ല സ്ട്രോങ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിപ്പോഴും കൈയൊക്കെ ഇടുമ്പോൾ അത് പൊട്ടിപ്പോകാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ കെട്ടിയിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടുന്ന് കെട്ടിയിട്ടു. ഇനി നമുക്ക് ഈ ഒരു പോയിന്റിൽ കൊണ്ട് കെട്ടിട്ട് നിർത്താം. അപ്പോൾ ഇത്ര മനസ്സിലായില്ലേ? ഇനി ചെയ്യുന്നത്, നമുക്ക് ഈ ഒരു സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയെടുത്ത് സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമുക്ക് ഇതേപോലെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് കിട്ടുന്നത് കേട്ടോ. ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഇതേപോലെ ഈ ഒരു തുണി ഒന്ന് നിവർത്തിയിട്ടതിന് ശേഷം നഖം കൊണ്ട് ഇങ്ങനെ ആക്കി കൊടുക്കുവാണെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടും. അതിനുശേഷം നമുക്കിതേപോലെ പുറങ്ങാണി അടിച്ചു കൊടുക്കാം. നമ്മൾ ആ ഒരു സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്തോടത്തും സ്റ്റിച്ച് തീർന്നോടത്തും വരെയാണ് നമ്മൾ ഈ ഒരു പുറങ്ങാണി അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പുറങ്ങാണി അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നീറ്റായിട്ട് നമ്മൾ ഈ തയ്ച്ച് കഴിയുമ്പോൾ ഉള്ള നൂലെല്ലാം അപ്പം തന്നെ ഒന്ന് കട്ട് ചെയ്തേക്കണം കേട്ടോ. എന്നാലും നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ഫിനിഷിങ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് കിട്ടുന്നത്. ഇതേപോലെ തിരിച്ചിട്ട് ഇപ്പോൾ ചീത്തവശത്താണ് ഈ നമ്മുടെ പോക്കറ്റിൻ്റെ തുണി ഇരിക്കുന്നത്. ഇനി ചെയ്യേണ്ടത് ഇതുണ്ടോ, ഈ ഒരു പീസ് അതിൻ്റെ മുകളിലേക്ക് ചേർത്ത് വെക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് നമുക്കിതിലൊരു സ്റ്റിച്ച് കൊടുത്താലും മതിയാകും. പക്ഷേ അന്നേരം നമ്മുടെ തയ്യൽ തുമ്പ് കാണും. അതിനൊരു മാർഗ്ഗമുണ്ട്. ഇതുണ്ടോ, ഇതേപോലെ തുണിയൊന്ന് തിരിച്ചെടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുണ്ട്, ഇതിലേ നല്ല കെട്ടിയിട്ട് നമുക്കൊരു നല്ല സ്റ്റിച്ച് കൊടുക്കാം. ഡബിൾ സ്റ്റിച്ച് കൊടുത്തോളൂ കേട്ടോ. ഡബിൾ സ്റ്റിച്ച് എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റിച്ചും കൂടെ കൊടുത്താൽ മതിയാകും. ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ഒരു സ്റ്റിച്ച് ചെയ്യുന്നുള്ളൂ. ഇതിൻ്റെ പുറമെ ഒരു സ്റ്റിച്ചും കൂടെ ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ പോക്കറ്റ് ആകുമ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, തിരിച്ചിടുമ്പോൾ ചുളുക്കില്ലാണ്ടിരിക്കാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 കളറുള്ള തുണിയെ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാകുന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് തിരിച്ചിട്ട് കഴിഞ്ഞേച്ച് നമുക്കിതേപോലെ ഒന്ന് വെക്കാം. അപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെ ഏകദേശം സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഉണ്ടോ, ഇതേപോലെയാണ് നമുക്ക് വരുന്നത്. ചീത്തവശത്താണ് ഇങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് തിരിച്ച് നല്ല വശത്തേക്കൊന്ന് തിരിച്ചിടാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നല്ല വശം കിട്ടുന്നത്. അതുകൊണ്ടോ ഈ ഒരു സ്റ്റാർട്ട് ചെയ്യുന്നില്ല നമ്മുടെ പോക്കറ്റ്, അവിടെ തൊട്ട് മുകളിലേക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഫുള്ള് സ്റ്റിച്ച് ചെയ്യരുത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കണ്ടു. ഇവിടെ വരെ ഒന്ന് സ്റ്റിച്ച് കെട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് നിർത്തുക. അതിനുശേഷം ഇവിടുന്ന് മുകളിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ പോക്കറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് മനസ്സിലാകാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഇതിൻ്റെ എന്താണ് നിങ്ങൾക്ക് മനസ്സിലാകാത്തതെന്ന് കമൻ്റായിട്ട് പറയൂ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
അപ്പോൾ വളരെ എളുപ്പത്തിൽ നമ്മൾ പോക്കറ്റ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ബെൽ ബട്ടനെ ക്ലിക്ക് ചെയ്തിടുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.